ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് കാണാം, അതായത് ഈ വണ്ടിയൊക്കെ എടുത്താൽ തലയിലാവും പെടും. അതായത് വണ്ടി വാങ്ങിക്കാൻ വരുന്നവരാരും മണ്ടന്മാരല്ല, അവർ വന്ന് നോക്കിയിട്ട് തന്നെ എടുക്കുള്ളൂ. അവർ മൊത്തത്തിൽ മാർക്കറ്റ് വില എല്ലാം അന്വേഷിച്ചിട്ടേ വണ്ടി എടുക്കുള്ളൂ. ഏത് ഷോറൂം പോയിട്ട് ആരെടുത്താലും മൊത്തം അന്വേഷിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യം അവർ അങ്ങനത്തെ വണ്ടിയാണ് എടുക്കുക. പിന്നെ ഈ കാണിക്കുന്ന വണ്ടിയൊന്നും നമ്മൾ നിങ്ങളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിൽ ആരെ കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നമുക്ക് ഫൈനൽ റേറ്റ് ആണ് എല്ലാം പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്ന റേറ്റ് ആണ് നമ്മൾ വാങ്ങിക്കുള്ളൂ കൊടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് 4.65 കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പാടന്നെ വീഡിയോ കണ്ട പാടന്നെ ഒരാൾ 20,000 രൂപ അഡ്വാൻസ് തന്നു. ഓക്കെ. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല, 5-6 മാസം കഴിഞ്ഞ് വരാനാണ്. പ്രവാസിയാണ്. ഓക്കെ. അതിന് ശേഷം 10-20 പേര് വിളിച്ചു. അപ്പൊ അവരോടൊക്കെ നമ്മള് സെയിലായി എന്ന് പറഞ്ഞു. ക്ലെയിമും കാര്യമൊന്നും ഒന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എല്ലാ ഫീച്ചേഴ്സും വരും. അപ്പൊ നമുക്ക് ഇത് ഫൈനൽ എത്ര കൊടുക്കാം? ലാസ്റ്റ് 5 ലക്ഷം രൂപ കൊടുക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ബ്രോസ്കാസ്റ്റിലെത്തി. അതായത് ഗുരുവായൂർ മമ്മിയൂരാണ് ബ്രോസ്കാസ്റ്റിന്റെ ലൊക്കേഷൻ. ഹുസൈൻ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം ഹുസൈൻ ഖാൻ. ബ്രോസ്കാസ്റ്റിനെ പറ്റി അറിയാലോ, നല്ല മോഡൽ കൂടിയ വണ്ടികൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നല്ല വണ്ടികൾ എല്ലാ സെഗ്മെന്റും ഉണ്ട് കേട്ടോ. ഇന്നത്തെ കോമ്പാക്ട് സെഡാൻ ഉണ്ട്, ഹാഷ് ബാക്ക് ഉണ്ട്, SUV സെഗ്മെന്റ് ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ ഏത് സെഗ്മെന്റ് നോക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ദയവായിട്ട് കാറ് കയ്യിലുണ്ടായിട്ടും ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കാറ് നോക്കുന്നവരെന്തായാലും കണ്ടുകൊടുക്കും വീഡിയോകൾ. കാറ് കയ്യിലുണ്ടായിട്ടും ആരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ നിങ്ങളെ എവിടെ നിന്നൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് റൂട്ട് വരുന്നത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റൂട്ട് വരുന്നത്. കറക്റ്റ് ഓപ്പോസിറ്റ് പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ അതിൻ്റെ തൊട്ട് സൈഡിൽ. ഓക്കെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ലോണൊക്കെ കിട്ടുന്ന വണ്ടി തന്നെയല്ല എല്ലാം. അതെ. ഓക്കെ. പിന്നെ പലരും ഇപ്പോൾ കമൻസിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഓരോ വണ്ടിയൊക്കെ കാണിക്കുമ്പോൾ. അതായത് കേരളത്തിലെ മൊത്തത്തിലുള്ള യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലകൾ എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ ഒരു താറിൻ്റെ ചെയ്തിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ, പക്ഷേ പെട്രോൾ ബേസ് താറിൻ്റെ വിലയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ദയവായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ആ മോഡലിൻ്റെ കറക്റ്റ് വിലയായിട്ട് 16 ലക്ഷം രൂപ സ്റ്റാർട്ടിങ് വരുന്നത് 21 വരെ നിൽക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനെ കമ്പയർ ആണ് കേട്ടോ, മാറിപ്പോരുത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യ വാഹനം സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 38 രജിസ്ട്രേഷൻ. അതായത് ഇപ്പോഴത്തെ ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ലേ. ഏതാ മോഡൽ ഇത്? 2017 മോഡല്. 17. ഓക്കെ. ഓട്ടം 120 ഓടിയുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ആണ് വണ്ടി. പെട്രോൾ VXI LXI ബേസ് ഓപ്ഷൻ ആണ്. അഡീഷണൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. LXI ആണ്. 17. പിന്നെ പ്രോപ്പർ സർവീസ് ഉണ്ട്, കമ്പനി സർവീസ് ഫുള്ളുണ്ട്. പെട്രോൾ വണ്ടിയാണ്, വലിയ മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കാനില്ല. മൈലേജ് ഉണ്ടാവും ഒരു 17 മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ് 10-22,000 രൂപ ഇറങ്ങിയിട്ട് ഉള്ള വണ്ടിയാണ്. ഒന്ന് ചെയ്യാറുണ്ട്. പെട്രോളിൽ പ്രത്യേകിച്ച് മേജർ ഒന്നുമില്ല, മൊത്തത്തിൽ എന്തോ പണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ മൊത്തത്തിൽ. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ. എത്രയാ ഇപ്പോൾ ഫൈനൽ? 420 കൊടുക്കാം ഫൈനൽ. 420 ലോൺ കിട്ടും വണ്ടിക്ക്. ഓക്കെ. ഫുൾ ലോണിൽ 420 17 മോഡൽ ഈ ഒരു പെട്രോൾ ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുൾ ലോണിൽ. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വണ്ടികൾ ആരെ കൊണ്ടുപോകുന്നതാണെങ്കിലും ചെക്ക് ചെയ്യാം, എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ അല്ലേ. ഓക്കെ. അടുത്ത വണ്ടി അടുത്തത് 7 സീറ്റർ ആണ്. മഹീന്ദ്രയുടെ TUV 300 KL 42 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2016 അല്ലേ. ഏതാ ഓപ്ഷൻ? ഡീസൽ ഓട്ടോമാറ്റിക് T8 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കും ആണ്. എനിക്ക് തോന്നുന്നൊരു 13-15 മൈലേജ് കിട്ടും. ഓക്കെ. അത്യാവശ്യം മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു 7 സീറ്റർ വണ്ടിയാണ്. അതും ഓട്ടോമാറ്റിക്. 16 മോഡലിൽ. കിലോമീറ്റർ എത്ര പോയി? കിലോമീറ്റർ 77,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനം. തീരെ ഓട്ടം കുറവ് തന്നെയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എല്ലാ ഫീച്ചേഴ്സും വരും. അപ്പോൾ നമുക്ക് ഇത് ഫൈനൽ എത്ര കൊടുക്കാം? ലാസ്റ്റ് 5 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. 5 ലക്ഷത്തിന് 16 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ഏകദേശം ഒരു 4.5 കിട്ടും. 4.5 വരെ കിട്ടും അല്ലേ. ചെറിയ ഡൗൺ പേയ്മെന്റ്. അടുത്തത് ഒരു അടിപൊളി കോമ്പാക്ട് SUV ഫോർഡ് എക്കോസ്പോർട്ട് KL 5 കോട്ടയം വാഹനമാണ്. ഏതാ മോഡല്? ഇത് 2015 മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ.
അല്ല, ഇത് 6 എയർ ബാഗ് വരുന്ന വണ്ടിയാ. 6 എയർ ബാഗ് വരുന്നതില് ടൈറ്റാനിയം പ്ലസ് അല്ല കേട്ടോ. പ്ലസ് അല്ല. ഓക്കെ. പുഷ് ബട്ടൺ ഇല്ല, ബട്ടർ സ്റ്റാർട്ട് ഇല്ല. ഓക്കെ, ബട്ടർ സ്റ്റാർട്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പക്ഷേ ഇതിൽ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അലോയ്സ് കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1 lakh. 1 lakh ഓടിയിട്ടുണ്ട്. കറക്റ്റ് 1 lakh. ഓക്കെ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. സർവീസ് ഉണ്ടോ മൊത്തത്തില്? സർവീസ് ഉണ്ട്. വണ്ടി നല്ല സുഖമുള്ള വണ്ടിയാണ്. ഒരു ഹിസ്റ്ററി പ്രോപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. ചില ആൾക്കാർ കമന്റ് ചെയ്യുന്ന കാണാം, അതായത് ഈ വണ്ടിയൊക്കെ എടുത്താൽ തലയിലാവും പെടും. അതായത് വണ്ടി വാങ്ങിക്കാൻ വരുന്നവരാരും മണ്ടന്മാരല്ല, അവർ വന്ന് നോക്കിയിട്ട് തന്നെ എടുക്കുള്ളൂ. അവർ മൊത്തത്തിൽ മാർക്കറ്റ് വില എല്ലാം അന്വേഷിച്ചിട്ടേ വണ്ടി എടുക്കുള്ളൂ. ഏത് ഷോറൂം പോയിട്ട് ആരെടുത്താലും മൊത്തം അന്വേഷിച്ചിട്ട് അവർക്ക് എന്താണോ ആവശ്യം അവർ അങ്ങനത്തെ വണ്ടിയാണ് എടുക്കുക. പിന്നെ ഈ കാണിക്കുന്ന വണ്ടിയൊന്നും നമ്മൾ നിങ്ങളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിൽ ആരെ കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുന്നതിന് മാത്രം എടുത്താൽ മതി. നിങ്ങൾ അറിയുന്ന കാര്യം എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഒരു പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ക്രൈസുള്ള ആൾക്കാർ അത് തന്നെ എടുത്തു. ഓക്കെ. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? 4,30 കൊടുക്കുക. 4,30,000 രൂപയ്ക്ക് 15 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ, എന്നാലും 6 എയർ ബാഗ് വരെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ സേഫ്റ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. പെട്രോൾ ആയതുകൊണ്ട് ഡീസലിൽ അത്ര മെയിൻ്റനൻസ് പേടിക്കണ്ട. പിന്നെ ലോണ് 4 ലക്ഷം വരെ കിട്ടും. അടുത്തത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ തന്നെ വരുന്ന വണ്ടി. ഇത് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് അല്ലേ? അതെ, ബുക്കിംഗ് ആയിട്ടുണ്ട്. ആള് ലോണിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഥവാ ലോൺ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലോ മാറുകയാണെങ്കിലോ അവർ ഒഴിയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ പുതിയ വണ്ടിയാണ്, അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലേ? ബുക്കിംഗ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വണ്ടി വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സെയിൽ ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ചെറിയ സിവിലിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ 2 ദിവസം കൊണ്ട് അറിയാൻ പറ്റും. ആയിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമർ നമുക്ക് കൊടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും ഒന്ന് വിളിച്ചോ. ഓക്കെ. മോഡൽ 2023 7 മാസം വണ്ടി. 7 മാസം വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. വെറും 10,000 മാത്രം. 3 വർഷം ആവാനായി. 10,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ ഏതോ ഓപ്ഷൻ ഇത് ഫുള്ളാ? ഡെൽറ്റയാണ് സെക്കൻഡ് ഓപ്ഷൻ. പക്ഷെ ഡെൽറ്റ തന്നെ മാരുതിന നെക്സസ് സീരീസിൽ എല്ലാ ഫീച്ചേഴ്സും ഡെൽറ്റ തന്നെ ഓൾമോസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ 8 ലക്ഷം രൂപയ്ക്കാണ് സെയിൽ ആയിട്ടുള്ളത്. ഇനിയിപ്പോ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വിളിക്കുന്ന കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ 8 ലക്ഷമാണ് ഫൈനൽ. ഫൈനൽ 8 ലക്ഷത്തിന് ഇപ്പോൾ ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നടന്നില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നവർക്ക് കിട്ടും. ഓക്കെ. അവർക്ക് ലോൺ ഇപ്പോൾ എത്ര വരെ? അവർ 6 ചോദിച്ചിട്ടുള്ളത്. പക്ഷേ 7 ലക്ഷം വരെ കിട്ടും വണ്ടി. 7 ലക്ഷം വരെ ലോൺ കിട്ടും. ഡെൽറ്റയാണ് ഫ്രോങ്സ്. ടൈസർ നോക്കുന്നവർക്കും പരിഗണിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു മൈക്രോ SUV സെഗ്മെന്റ് ആണ്. അതായത് എക്സ്പ്രസോ KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അത്യാവശ്യം ഒന്ന് ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, വലിയൊരു SUV-ലേക്ക് പോകാൻ പറ്റാത്തവർക്ക് അല്ലെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. നമുക്ക് കാണാൻ അതെ, നല്ലോണം കാണാൻ പറ്റും. കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഓക്കെ. ഏതാ മോഡൽ ഇത്? 2021 മോഡൽ VXI ഓപ്ഷനിലല്ലോ അല്ലേ? VXI ആണ്. AC പവർ ഫോൾഡർ പവറുണ്ട്, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മാനുവൽ VXI. ഓക്കെ. പിന്നെ ടയേഴ്സ് 4 ഗുഡാണ്. എത്ര ഓട്ടം പോയി? 61. മാറിയതായിരിക്കും അല്ലേ ടയേഴ്സ്? അതെ, 61. സിംഗിൾ ഓണർഷിപ്പ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ആ റേഞ്ചിൽ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. നല്ല പവറുമാണ് വണ്ടി. വലിഞ്ഞ് കയറി പോയിക്കോളും അല്ലേ? 1 ലിറ്റർ ആണെങ്കിൽ കൂടെ അങ്ങനെ അങ്ങ് പോകും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ നമുക്കൊരു 3,60,000 കൊടുക്കാം. 3,60,000 രൂപയ്ക്ക് 21 മോഡൽ VXI ഈ ഒരു എക്സ്പ്രസോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. മാനുവലാണ്. പിന്നെ ലോൺ ഒരു 3-3.25 വരെ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ. മാക്സിമം ലോൺ കിട്ടും. അടുത്ത ഡിസയർ ആണ്. KL 52 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതാ മോഡലേ? ഇത് 2017 പെട്രോൾ മാനുവൽ 17 VXI അല്ലേ? VXI. ഓക്കെ. മിഡിൽ ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ നല്ല ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, പുറകിൽ ആവറേജ് ടയേഴ്സ് ആണുള്ളത്. പിന്നെ ഓട്ടം എത്ര പോയി? ഓട്ടം 49 ഓടിയിട്ടുള്ളൂ. 49. 17 VXI ലോ കിലോമീറ്റർ ആണ്. അതെ. പിന്നെ ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു വൃത്തി വണ്ടിയിൽ കാണാനുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ഓക്കെ. നമുക്ക് ഫൈനൽ റേറ്റ് ആണ് എല്ലാം പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്ന റേറ്റ് ആണ് നമ്മൾ വാങ്ങിക്കൊള്ളൂ. കൊടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് 4,65 കൊടുക്കാം.
4,60,000 രൂപയ്ക്ക് 2017 VXI 49,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു ഡിസൈർ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. CNG കയറ്റിയാൽ കുറച്ചും കൂടെ മൈലേജ് കിട്ടും. സിമ്പിൾ മെയിൻ്റനൻസിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 7-8 അടുത്ത് വിലയില്ലേ? 8 ലക്ഷം രൂപ ഉണ്ടാവും. 8 ലക്ഷം അന്ന്. ഇന്നും ഉണ്ട് ആ വണ്ടിക്ക്. ഇതിന്റെ ഷേപ്പ് എല്ലാം മാറി, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി, എല്ലാം മാറി. ഇന്നും ഉണ്ട് ഏകദേശം ആ വില തന്നെ. ഓക്കെ, 4.25 ലക്ഷം വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV ആണ്. ഹ്യുണ്ടായ് വെന്യൂ KL 54 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ? ഇത് 2020 മോഡൽ. ഫുൾ ഓപ്ഷൻ. ഓക്കെ, സൺറൂഫ്, അലോയ്സ്, പുഷ് ബട്ടൺ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫുൾ ഓപ്ഷൻ 20 മോഡൽ. XSOന്റെ തൊട്ട് താഴെയുള്ള വണ്ടി. തൊട്ട് താഴെ. ഓക്കെ, ഏറ്റവും ടോപ്പല്ല. 6 എയർ ബാഗ് വരില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഓക്കെ, പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 75,000. 20 മോഡൽ. ഓക്കെ, നോർമൽ ഓട്ടം തന്നെ ഓടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. എല്ലാ എക്സ്ട്രീം പ്രോപ്പറാ? എല്ലാ എക്സ്ട്രീം ഉണ്ട്. ഓക്കെ, ആവറേജ് ടയേഴ്സ് ആണ്. എത്ര ഇതിൻ്റെ ചോദ്യം ഇപ്പോൾ ഫൈനൽ? നമുക്കൊരു 7.5 കൊടുക്കാം. ഫൈനൽ റേറ്റ് 7,50,000 രൂപയ്ക്ക് 20 മോഡൽ ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6.25 വരെ കിട്ടും. ഒരു 7 ലക്ഷം കിട്ടും. 7 ലക്ഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 50,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. മൈലേജ് ഒരു 10-13 വരെയൊക്കെ കണ്ടാൽ മതി അല്ലേ ഏകദേശം. അടുത്തതാ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടായുടെ i10 ഗ്രാൻഡ്. അതായത് നോർമൽ ഓട്ടോമാറ്റിക് ആണ് വരിക, MT അല്ല. MT അല്ലല്ലോ ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് കൺവെർട്ടർ ആയിട്ട് വരും അല്ലേ? ഓക്കെ, ഏതാ മോഡല്? 2018 സ്പോർട്സ് ഓപ്ഷനിലുള്ള വണ്ടി, അലവിലൊക്കെ വരുന്ന വണ്ടി. സ്പോർട്സ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അലോയ്സ് വരും, പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അതാഷ്ടല്ലേ കിട്ടുള്ളൂ. ബാക്കി 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ബാക്കിയുള്ളതുണ്ടാവും. ബാക്കിൽ വൈപ്പർ ഉണ്ടാവില്ല. ക്ലെയിമോ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 38,000. വളരെ ലോ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാം പീരിയോഡിക് സർവീസ് കറക്റ്റാ? ഫുള്ള് കമ്പനി സർവീസിലുണ്ട്. 40 അടുത്ത സർവീസ് വരണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട്. വേറെ ഇപ്പോൾ എടുത്ത വഴിക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അല്ലേ? കൊണ്ടടക്കാൻ പറ്റും. പെട്രോൾ അടിച്ചിട്ട്. പിന്നെ മൈലേജ് കുറവായിരിക്കും, ഒരു 10-12 വരെയൊക്കെ മാക്സിമം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയാ ഫൈനൽ? നമുക്ക് ലാസ്റ്റ് 4.75 കൊടുക്കാം. 4,70,000 രൂപയ്ക്ക് 18 ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷനിലാണ് വണ്ടി. ഓക്കെ, i10 ഗ്രാൻഡിൻ്റെ ഒരുപാട് വണ്ടി മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ പല വിലക്ക് വണ്ടി കിട്ടും. സത്യമാണ്. ഈ ഒരു കിലോമീറ്റർ, ഈ ഒരു ക്വാളിറ്റി, പിന്നെ ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ, അത് 18ന്റെ വില വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ? ഏകദേശം 4.25-4.5 വില ലോണും കിട്ടും. ആ ഒരു വാല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ സെഗ്മെന്റ് തപ്പുന്നവരുണ്ടെങ്കിൽ കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ വണ്ടിയാണ് അടുത്ത വണ്ടി. അടുത്തത് ടൊയോട്ട എറ്റിയോസ് ലിവയാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ഇത് VXD ഫുൾ ഓപ്ഷൻ. VXD ഡീസൽ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ ഡീസൽ. 20ന്റെ മേലെ തന്നെ മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല പവറും ഉണ്ടാവും പെട്രോളിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. മോഡൽ ഏതാ? 2017 സിംഗിൾ ഓണർ. 17 സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. കിലോമീറ്റർ എത്ര പോയി? കിലോമീറ്റർ കുറച്ച് ഓടിയുണ്ട്, 170 ഓടി. ഓക്കെ, ടൊയോട്ടയാണ്. അത് ഇനിയിപ്പോ ഒരു പുതിയ മാരുതി വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് അത്രയും ഓടും, പിന്നെ ഓടും. അതെ, 5 ലക്ഷം ഓടുമല്ലോ. ഓക്കെ, എത്രയാ ഫൈനൽ? നമ്മൾക്ക് ഒരു 6.25 കൊടുക്കാം. 7.80 പറഞ്ഞ കൊടുത്തു കേട്ടാ. അത് 80,000 ഓടിണ്ടായിരുന്നു. 80,000 ഓടിയത് 7.80 മുന്നേ കൊടുത്തത്. ഇതിപ്പോ 6.25. 2 ആഴ്ച ആയിട്ടുള്ള കൊടുത്തത്. ഇതേ കളറ്, റെഡ് കളർ ഉണ്ടായിരുന്നു. 6.25 6.25. 6 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ട്. 6 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ലിവയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഡീസൽ നോക്കി നടക്കുന്നവര്, കിലോമീറ്റർ പിന്നെ ടൊയോട്ട വണ്ടീനെ പറ്റി അറിയുന്നവർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചറിയാൻ പറ്റുക വണ്ടിയുടെ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്തായാലും നോക്കിക്കോ. മാക്സിമം ലോൺ തന്നെ കിട്ടുന്നുണ്ട്. അതിന്റെ വാല്യൂഷൻ വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം സ്വിഫ്റ്റ് ആണ്. KL 54 രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ്. ഏതാ മോഡൽ ഇത്? 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്, VXI ആണ്. നല്ല ടയേഴ്സ് ഉണ്ടല്ലോ, 4 പുതിയ ടയേഴ്സാണ്. പുതിയ ടയേഴ്സ് ആണ് 4. VXI 21 മോഡലില് ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് വണ്ടിയാണ്. മാനുവൽ. കിലോമീറ്റർ 54. 21 മോഡൽ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്, പ്രോപ്പർ കമ്പനി മെയിൻ്റെനൻസ്. ഓക്കെ, എത്രയാ ഫൈനൽ? എത്രയാ? 5.80 കൊടുക്കുക. 5,80,000. 21 VXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഈ മാരുതി വണ്ടിയുടെ ഒരു പ്രത്യേകതയാണിത്. ഇതിന്
ജന്മം ഉണ്ടെങ്കിൽ വില കുറയൂല അല്ലേ? ഞാൻ ഇപ്പോൾ ഒരെണ്ണം കൊടുത്ത് 5,55 തന്നെ, ഇതേപോലത്തെ വണ്ടി തന്നെ. അതിൽ 5.5 ലക്ഷം രൂപ ലോണും പാസ്സായി. ഓക്കെ, അതാ പറഞ്ഞത് 4 ലക്ഷം കിട്ടുന്നുണ്ട്. നല്ല വാല്യുവേഷൻ ഉണ്ടാവും വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ റേറ്റ് VXIക്ക് ഇപ്പോൾ 8 രൂപ, എത്രയാ? 8 ലക്ഷം രൂപ ഉണ്ട്. 8 അത് 3 സിലിണ്ടർ അല്ലേ? അത് 3 സിലിണ്ടറാണ് പുതിയ, അല്ല പറയാണ്. അത്ര ഇറങ്ങിയ സമയത്ത് ഇത് മാത്രം തന്നെയുള്ളൂ ഏകദേശം, പക്ഷെ എന്നാലും അവർ മാറ്റാൻ ഒരു 7.50 ഒക്കെ ഉണ്ടാവും, 7.50 റേഞ്ച് ഉണ്ടാവും. യെസ്, ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഫിയറ്റ് പുണ്ടോ KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. അപാരത്തിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപാരത്തല്ല, ഏതാ മോഡല്? അത് 2014-15 രജിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പാടന്നെ, വീഡിയോ കണ്ട പാടന്നെ ഒരാൾ 20,000 രൂപ അഡ്വാൻസ് തന്നു. ഓക്കെ. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല, 5-6 മാസം കഴിഞ്ഞ് വരാൻ. പ്രവാസിയാണ്. ഓക്കെ. അതിന് ശേഷം 10-20 പേര് വിളിച്ചു. അപ്പൊ അവരോടൊക്കെ നമ്മള് സെയിലായിന്ന് പറഞ്ഞു. ഓക്കെ. കോട്ടയം എന്തായാലും സംഭവം ഇവിടെ തന്നെ ഉണ്ട്. അതിന് ശേഷം വിളിച്ചവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കമന്റ് എന്നിട്ടൊന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ. അപ്പോ 15 അല്ല പറഞ്ഞ മോഡൽ? 2014-15 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ ഡീസലാ? ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവേ. അതെ, 20 മേലെ മൈലേജ് കയറും. കിലോമീറ്റർ എത്രയായിരുന്നു? 1.10. ഓക്കെ. മെക്കാനിക്കലൊക്കെ ഒന്നുമില്ല, നല്ല ഫിറ്റ് വണ്ടി. ഇന്റീരിയലൊക്കെ കണ്ടില്ലേ, നല്ല നീറ്റാ വണ്ടി, ക്ലീൻ പീസാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കും. പിന്നെ ഫിയറ്റിന് ഇപ്പോൾ കമ്പനി ഒന്നുമില്ല ഇവിടെ, ഒരു ഇതാണ്. പുറത്തുനിന്ന് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും, അതൊന്നും പ്രശ്നമല്ല. എത്രയായിരുന്നു നമ്മൾ? 2,20,000 നമ്മളന്ന് കൊടുത്തത്, പുള്ളിക്ക് കൊടുത്തത്. 2,20,000 രൂപയ്ക്ക് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഈ ഒരു കൊണ്ടുപോകാം. ഓക്കെ. പവർ വിൻഡോ 4 വരുന്ന ഓപ്ഷൻ, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ അല്ല, 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാണ്. ലോണ് ചാൻസ് ഇല്ല, ഫിയറ്റ് ആയതുകൊണ്ട്. ലോൺ കിട്ടില്ല. പിന്നെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നോക്കുക. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബ്രോസ്കാസ്റ്റിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ്.